إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل وسلم على عبدك ونبيك محمد النبي الأمي وعلى آله وأصحابه كلهم أجمعين. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي أولا بتقوى الله. വളരെയേറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തഖ്വ സൂക്ഷ്മത ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് പാരത്രിക വിജയം കൈവരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷദ്ദാദ് ഇബ്നു ഹാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അഅറാബി കടന്നു വരുന്ന ഒരു രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് അദ്ദേഹം വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ ഹിജ്റ, എന്താണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാലുമെന്ന് അറാബിയായ ആ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് എന്താണ് ഹിജ്റയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, ഹിജ്റക്ക് പങ്കെടുത്താലുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, അതുപോലെയുള്ള ഇസ്ലാമിലെ യുദ്ധങ്ങൾ, ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പ്രവാചകന് മുന്നിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ട്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഒരു യുദ്ധത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ യുദ്ധത്തിന്റെ യുദ്ധാർജിത സ്വത്തുക്കൾ, ഗനീമത്ത് സ്വത്തുക്കൾ പ്രവാചകനും സ്വഹാബത്തും അതെല്ലാം ഒരുമിച്ച് കൂട്ടി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഓഹരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വീതിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ പങ്കെടുക്കാത്ത ചില ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ട ഒരു ഓഹരി മാറ്റിവെച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഒരു പങ്ക് ഈ അറാബിയായ വ്യക്തിക്ക് വേണ്ടി ഒരു സഹാബിയുടെ അടുക്കലേക്ക് കൊടുത്തയച്ചു. ആ സഹാബി ആ യുദ്ധാർജിത മുതലുമായി ആ ഒരു അറാബിയുടെ മുന്നിലെത്തിയപ്പോൾ ആ അറാബി വളരെ ചൂടായി, അദ്ദേഹം വളരെ ദേഷ്യത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താണിത്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഇത് പ്രവാചകൻ താങ്കൾക്ക് കൊടുത്തയച്ച യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്താണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്വത്തും കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മഹദയ മുഹമ്മദ്, എന്താണ് മുഹമ്മദേ നിങ്ങൾ എനിക്ക് തന്നയച്ചത് എന്ന് പ്രവാചകനോട് അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി
സംസാരിക്കുന്ന ഒരു രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഖസംതുഹു ലക്, ഇത് ഞാൻ നിനക്ക് വേണ്ടി ഈ യുദ്ധത്തിലുള്ള ഗനീമത്ത് സ്വത്ത് നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, മാ അലാ ഹാദാ തബഅതുക്, ഇതിനു വേണ്ടിയല്ല മുഹമ്മദ് താങ്കളെ ഞാൻ പിൻപറ്റിയത്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഞാൻ കണ്ട ലക്ഷ്യം ഇതല്ല മുഹമ്മദ്, താങ്കൾ എന്നോട് പറഞ്ഞ ലക്ഷ്യം ഈ ഒരു കാര്യമല്ല മുഹമ്മദ് എന്ന് പ്രവാചകനോട് അദ്ദേഹം പറയുകയാണ്. മറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ തൊണ്ടക്കുടിയിൽ അമ്പ് തറച്ച് അള്ളാഹുവിന് മുമ്പിൽ ഷഹീദായി അങ്ങനെ മരണപ്പെട്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് ഞാൻ ലക്ഷ്യം കണ്ടത് എന്ന് പ്രവാചകനോട് ആ വ്യക്തി പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കത് താങ്കളുടെ സത്യസന്ധത മൂലം അത് നിർവഹിച്ചു തരുമെന്നും താങ്കളുടെ ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ചു തരുമെന്നും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. ഇൻ തസ്തുഖില്ലാഹ യസ്തുഖുക, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എത്രത്തോളം ആത്മാർത്ഥമായാണോ അതിനേക്കാൾ നല്ല രൂപത്തിൽ സത്യസന്ധമായി അള്ളാഹു താങ്കൾക്ക് താങ്കളുടെ ആഗ്രഹം നിറവേച്ചു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും സ്വഹാബത്തും ആ യുദ്ധഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുകയാണ് അന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന ഈ ഒരു അറാബി മരിച്ചു കിടക്കുന്നത്, ഷഹീദായി കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊണ്ടക്കുടിയിൽ അമ്പ് തറച്ച് അദ്ദേഹം ഷഹീദായി കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നുണ്ട്, സദഖല്ലാഹ് ഫസദഖഹു, അള്ളാഹുവോട് അദ്ദേഹം സത്യസന്ധമായി ആ കാര്യം അദ്ദേഹം കരാറിൽ ഏർപ്പെട്ടു. ആ കരാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി അദ്ദേഹത്തിന് പുലർത്തി കൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മയ്യത്ത് പ്രവാചകന്റെ മുന്നിലൂടെ കൊണ്ടുവന്നു വെച്ചപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്ന ഹാദാ അബ്ദുക, അല്ലാഹുവേ ഇയാൾ നിന്റെ അടിമയാണ് റബ്ബേ, ഇത് നിന്റെ അടിമയാണ്. ഇന്ന ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഹിജ്റ പുറപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഫഖുതില ഷഹീദൻ, ഇപ്പോൾ ഇതാ അദ്ദേഹം ഷഹീദായിട്ടുണ്ട്. വഅന ഷഹീദുൻ അലൈഹി, ഞാൻ അദ്ദേഹം ഷഹീദായതിനെ ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സഹാബിയുടെ ചരിത്രത്തിൽ, ഈ ഒരു അറാബിയായ സഹാബിയുടെ ചരിത്രത്തിൽ നമുക്ക് ഒട്ടേറെ ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, ഈ ആദർശത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ആത്മാർത്ഥമായുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആത്മാർത്ഥതയ്ക്ക്, നമ്മുടെ സത്യസന്ധതയ്ക്ക്, ആഗ്രഹങ്ങൾക്ക്, നമ്മൾ ലക്ഷ്യം വെച്ച കാര്യങ്ങൾക്ക് കൃത്യമായൊരു സത്യസന്ധമായൊരു പൂർത്തീകരണം അള്ളാഹു തരുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചരിത്രത്തിൽ ഒരു തവണ പോലും പേര് പരാമർശിക്കപ്പെടാത്ത ഈ സ്വഹാബിയുടെ ചരിത്രം എന്നുള്ളത്. ദീനിനെ കുറിച്ച് ഒരല്പം മാത്രം അറിവുള്ള ആ അറാബിയായ സ്വഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രവാചകൻ അന്ന് പറഞ്ഞ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി നല്ല രൂപത്തിൽ ജീവിച്ച് മരണം വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്ന ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള ഭൗതികമായ ഒരു നേട്ടവും ഈ ആദർശം കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ദീനിനെ, നമ്മുടെ ഹിദായത്തിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഹിദായത്ത്, നമുക്ക് കിട്ടിയിട്ടുള്ള ആദർശം, ഈ തൗഹീദിന്റെ ആദർശം, കറകളഞ്ഞ ആദർശം, അതൊരിക്കലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ആ ആദർശം അത് മറ്റുള്ളവർക്കും നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ലക്ഷ്യമാക്കിയ, നമ്മൾ ആദർശത്തെ മനസ്സിലാക്കിയ സമയത്ത് നമ്മൾ ലക്ഷ്യമാക്കിയ സ്വർഗം അത് നേടിയെടുക്കാൻ നമ്മുടെ മരണം വരെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പിന്നാക്കവും അതിൽ വന്നുകൂടാ എന്നുള്ളത് നമ്മൾ ബോധപൂർവമായി അതിന് ശ്രമിക്കുകയും വേണം. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഹദ്ദസനി ബി അംരിൻ അഅതസിമു ബി, പ്രവാചകരെ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ആ കാര്യം എനിക്ക് ദീനിൽ മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യം പ്രവാചകനെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഖുൽ
നീ പറയുക റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് നീ പറയുക. സുമ്മസ്തഖിം, നീ ആ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ആദർശത്തിൽ, അള്ളാഹു എന്ന തൗഹീദിന്റെ ആദർശത്തിൽ നീ അടിയുറച്ചു നിൽക്കുക. എങ്കിൽ നീ ആവശ്യപ്പെട്ട കാര്യം നിന്റെ ദീനിൽ, നീ ജീവിതത്തിൽ ഉടനീളം നിനക്ക് സൂക്ഷിക്കാൻ പറ്റിയ കാര്യം ഇതാണ് ഇസ്തിഖാമത്ത്. നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, നീ ഉദ്ദേശിച്ച ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗം നേടിയെടുക്കാൻ പറ്റുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇസ്തിഖാമത്ത്. മരണം വരെ നമ്മൾ മനസ്സിലാക്കിയ ദീനനുസരിച്ച് അതിൽ അടിയുറച്ച് നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും വരാനുള്ളതാണ്. അന്ന് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നമ്മുടെ അടുക്കൽ വന്ന് ആ നമ്മുടെ മരണവാർത്ത സന്തോഷവാർത്തയാക്കി അറിയിച്ചു തരുന്ന രംഗം വരാനുണ്ട്. ആ ഒരു രംഗം വരണമെങ്കിൽ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ആ ഒരു രംഗം വരണമെങ്കിൽ നമ്മൾ ദീനിൽ അടിയുറച്ചു നിൽക്കൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് രക്ഷിതാവ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, ആ വിശ്വാസത്തിൽ, ആ തൗഹീദിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവരാരോ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് നാളെ മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട എന്ന് അവർ പറയുകയും ചെയ്യും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷ വാർത്ത അടഞ്ഞുകൊള്ളുക എന്ന് അവർ നിങ്ങളെ അറിയിക്കും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ആ മലക്കുകൾ പറയും, ഞങ്ങളാണ് നിങ്ങളുടെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ എന്ന് ആ മലക്കുകൾ പറയും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആഗ്രഹിച്ചതെന്തോ അതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗ്ഗത്തിലുണ്ട്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൽക്കാരമാണ്. ആ ഒരു സൽക്കാരത്തിന് ക്ഷണം ലഭിക്കണമെങ്കിൽ, ദീനിൽ നമ്മുടെ ജീവിതത്തിലുടനീളം ഇസ്തിഖാമത്ത് അനിവാര്യമാണ്. ആ ഇസ്തിഖാമത്തോടു കൂടി മരണപ്പെട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നേടിയെടുക്കാൻ നമ്മൾ പരമാവധി ജീവിതത്തിന്റെ ഉടനീളം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ശരിയാണ്, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ രൂപത്തിലുള്ള ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എപ്പോഴും നന്മ ചെയ്യാനുള്ള ഒരു മനുഷ്യന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ മനുഷ്യന്റെ ഈമാനിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു, നമ്മുടെ ഈമാനുള്ളത് അത് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മുടെ ഈമാൻ നന്മകൾ ചെയ്യുമ്പോൾ അത് വർദ്ധിക്കും, തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കുറയും. ആ ഈമാൻ നേടിയെടുക്കാനുള്ള, ഈമാൻ വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ആ ഇസ്തിഖാമത്ത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഒരിക്കൽ ഹൻദല റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായിട്ടുണ്ട് പ്രവാചകരെ. അദ്ദേഹം വഴിയിലൂടെ വിളിച്ചു പറയുകയാണ്. ഇത് കേൾക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് വഴിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഹൻദല താങ്കൾ പറയുന്നതിന്റെ ഗൗരവം താങ്കൾക്ക് അറിയുകോ? അപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തോന്നി, ഞാനും മുനാഫിഖായി പോയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഹൻദല റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി പ്രവാചകന്റെ മുന്നിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഫഖ ഹൻദല മുനാഫിഖായിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറയുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഹൻദല താങ്കൾ പറയുന്നത്? അപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെ സംസാരിക്കുമ്പോൾ, അവരുടെ കൂടെ ഇടപഴകുമ്പോൾ എനിക്ക് പ്രവാചകരെ താങ്കളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഈമാന് എനിക്ക് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല പ്രവാചകരെ. താങ്കളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തെ നേരിട്ട് കാണുകയാണ്. താങ്കളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നരകത്തിന്റെ ഭയാനകത ഞാൻ അറിയുന്നുണ്ട് പ്രവാചകരെ. പക്ഷെ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ അതെനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹൻദല, അത് അങ്ങനെ സാധിക്കൂ.
ഹന്തല, അത് നിന്നെ കൊണ്ട് അത്ര മാത്രമേ സാധിക്കൂ. അതൊരിക്കലും നിന്റെ ഈമാന്, എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഈമാന് എനിക്ക് എല്ലാ സമയത്തും കിട്ടുകയില്ല. അങ്ങനെ എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ നീ ഇരിക്കുന്ന വഴികളിലും മറ്റുള്ള എല്ലാ ഇടങ്ങളിലും നിനക്ക് വന്ന് മലായിക്കത്തുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വന്ന് കൈകൾ തരുമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഹൻദല റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, വലകിൻ ഹൻദല സഅതൻ വസഅ, ഇതൊരു സമയമാണ് ഹൻദല, അത് മറ്റൊരു സമയമാണ്. നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ സദസ്സിൽ വന്നിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള, നമ്മുടെ ഇസ്തിഖാമത്ത് നേടിയെടുക്കാനുള്ള ഒരു പ്രവർത്തനം എന്നുള്ളത്. അതോടൊപ്പം പ്രവാചകന്റെ സ്വഹാബത്തെല്ലാം ചെയ്തിരുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. 2 സ്വഹാബത്ത് അല്ലെങ്കിൽ 3 സ്വഹാബത്ത് അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പറയുമായിരുന്നു, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാ, നമുക്ക് കുറച്ചു നേരം നമുക്ക് ഇരുന്ന് സംസാരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാം. സഹോദരങ്ങൾ, നമ്മളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പരസ്പരം കൂടിയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചർച്ചകൾ എന്താണ്? പ്രവാചകന്റെ സ്വഹാബത്ത് അവർ പരസ്പരം കൂടിയിരിക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചിരുന്നു. നമ്മുടെയൊക്കെ സംസാരത്തിൽ ആരുടെ സംസാരത്തിലാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സംസാരങ്ങൾ. അത് നമ്മുടെ ഈമാൻ മറ്റുള്ളവർക്ക് ഈമാൻ പകരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, വിശുദ്ധ ഖുർആൻ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. വിശുദ്ധ ഖുർആൻ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാരായണം നിർവഹിക്കുകയും അത് പഠിക്കുകയും ചെയ്താൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകി ആ ഒരു ഇസ്തിഖാമത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് തന്നെയാണ്. വളരെ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടമാണ്. എന്തിനും എല്ലാത്തിനും നമ്മെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഈ ദുനിയാവിൽ വളരെ പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ, മുഅ്മിനിന്റെ ജയിലാണ് ഈ ദുനിയാവ് എന്നുള്ളത്, അത് കാഫിരിങ്ങളുടെ സ്വർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ദീന് നമ്മളിൽ നിന്നും വിട്ടകന്നു പോകുമെന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ആ ദീൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിച്ച് മരിക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസുറത് അലൈഹി, പ്രവാചകരെ, ദീനിന്റെ നിയമങ്ങൾ, മതനിയമങ്ങൾ, ഈ ഇസ്ലാമിന്റെ മതനിയമങ്ങൾ എനിക്ക് പ്രയാസമായി തോന്നുന്നു പ്രവാചകരെ, അത് വളരെ ഭാരമുള്ളതായി തോന്നുന്നു പ്രവാചകരെ. സത്യത്തിൽ അദ്ദേഹം ഈ ഒരു കാര്യം ചോദിച്ചത് ദീനിന്റെ നിയമങ്ങൾ വെട്ടിക്കുറക്കാനോ മറ്റോ ഒന്നിനല്ല, മറിച്ച് അദ്ദേഹം ദീനിന്റെ ഈ നിയമങ്ങൾ പ്രയാസമകരമാണ്, അത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ അതിനുള്ളൊരു പരിഹാരം കിട്ടുമെന്നത് കൊണ്ട് മാത്രമാണ്. പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ അതിനുള്ള പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളൊരു ബോധ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രവാചകനോട് ആ ഒരു കാര്യമായി പ്രവാചകന്റെ മുന്നിലോട്ട് ചെന്നത്. നമുക്ക് കുറെ ആളുകളെ കാണാൻ സാധിക്കും. പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഫത്വകളുമായി ചോദിച്ചു ചെല്ലുന്ന ആളുകൾ, അവർക്കനുസരിച്ചുള്ള ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് ശരിക്കും തെറ്റായൊരു രൂപമാണ്. അതൊരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവെ കൊണ്ടുള്ള ദിക്റുകളിൽ നിന്റെ നാവിനെ മുഴുകിപ്പിക്കുക. അതിനെ എപ്പോഴും നല്ല ദിക്റുകൾ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് ആ നാവിനെ നനയ്ക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ അത്ര
വളരെ ലളിതമായ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ ദീനിന്റെ നിയമങ്ങൾ നമുക്ക് പ്രയാസകരമായി തോന്നുമ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണകൾ, ദിക്റുകൾ നമ്മുടെ നാവിലൂടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലുള്ള ചെറിയ ചെറിയ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അത് കൊണ്ടു നടക്കണം. അതോടൊപ്പം നമ്മളും ധാരാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അദ്കാറുകളും ധാരാളം കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പുഞ്ചിരിച്ചാൽ പോലും ഈ ദീനിൽ അത് സദഖയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ ദീനിന്റെ നിയമങ്ങൾ അതൊരിക്കലും ബുദ്ധിമുട്ടായി പ്രയാസകരമായി നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരാറുണ്ട്. ദീനിന്റെ നിയമങ്ങൾ പ്രയാസകരമായി തോന്നുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ കാര്യമാണ്. ദിക്റുകൾ അധികരിപ്പിക്കുക, ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെ ദീനിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അതൊരിക്കലും പ്രയാസകരമായി നമുക്കൊരിക്കലും തോന്നരുത്. അതിനെ എളുപ്പമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ദീനിനെ പ്രയാസകരമാക്കി നമ്മൾ ചിത്രീകരിക്കരുത്. നമ്മൾ നല്ല രൂപത്തിൽ ആ ദീനിനെ അവതരിപ്പിക്കാൻ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അത്തരത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുത്ത് നല്ലൊരു തെർബിയത്ത് നൽകി അവരെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ദീനിന്റെ നിയമങ്ങളെ പ്രയാസകരമാക്കി നമ്മൾ അവർക്ക് മുന്നിൽ ചിത്രീകരിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ മക്കളെ, ഭാര്യമാരെ നമ്മൾ ആ ഒരു നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയാനകരമായ നരകത്തിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവോടുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അനസ് റളിയല്ലാഹു അൻഹു ഒന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചു, താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആ മാറ്റങ്ങൾ വരുത്തി. എന്നിട്ടും പ്രവാചകരെ താങ്കൾ പറയുകയാണോ ഞങ്ങൾ ഈ ദീനിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്ന്, ഈ ദീനിൽ നിന്ന് വിട്ടുകിടക്കുമെന്ന് പ്രവാചകരെ താങ്കൾ പറയുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അനസേ, നീ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ് നമ്മുടെയൊക്കെ ഹൃദയമുള്ളത്. അതുകൊണ്ട് അനസേ, നീ മനസ്സിലാക്കണം, യുഖല്ലിബുഹാ കൈഫ യശാ, അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അല്ലാഹു മാറ്റിമറിക്കും. അടുപ്പിൽ വെള്ളം തിളപ്പിക്കുന്നത് പോലെ, വെള്ളം തിളച്ചു വരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ മാറി മറിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദീനിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുക, അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക എന്നത് കുറച്ചൊക്കെ പ്രയാസകരമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അവിടെയെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആദ്യം ലക്ഷ്യം കണ്ട, നമ്മൾ ഈ ആദർശം ഉൾക്കൊണ്ട സമയത്ത് നമ്മൾ ലക്ഷ്യം കണ്ട ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. ആ ലക്ഷ്യം മറന്നാൽ നമ്മൾ ഈ ദീനിൽ നിന്നും നമ്മൾ പുറത്തു പോകും. ആ ലക്ഷ്യം മറന്ന് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നാൽ
നമ്മൾ ഈ ഒരു മതത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും നമ്മൾ പുറത്തു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ ഇസ്തിഖാമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മരണം വരെ നമ്മൾ ലക്ഷ്യം കണ്ട ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദീന് മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. അത് വളരെ പ്രയാസകരമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അത്തരമെല്ലാ സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എപ്പോഴും മുഴുകുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, നിന്റെ നേരിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു മഹദിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ആ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനം ആത്മാർത്ഥമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് അനുസൃതമായി ഒരു ജീവിതം നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു ഒരുക്കി നൽകും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ ആ പ്രകാശം ആര് കെടുത്താൻ തീരുമാനിച്ചാലും അതാർക്കും പറ്റുകയില്ല. അല്ലാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് ശത്രുക്കൾക്കും നമ്മുടെ മുശ്രിക്കീങ്ങൾക്കും ആർക്കും എന്തൊക്കെ പ്രയാസകരമായി തോന്നിയാലും, അവരെത്ര വെറുത്താലും അല്ലാഹു അവന്റെ സത്യത്തെ, അവന്റെ ദീനിനെ കൃത്യമായി പൂർത്തീകരിക്കുമെന്നും പ്രവാചകൻ കൃത്യമായി പൂർത്തീകരിക്കുമെന്നും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാര് നമ്മുടെ ദീനിൽ ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ അവർ ആദ്യം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമാണ്, അല്ലാഹുവിന്റെ വാക്കുകളാണ് അവർ ആദ്യം പഠിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ധാരാളമായി ഖുർആൻ പാരായണങ്ങൾ നിർവഹിക്കലാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അവർ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹദീസുകൾക്ക് രണ്ടാം സ്ഥാനം, അല്ലെങ്കിൽ അതിന് ഒരു സ്ഥാനമില്ലാത്ത, ജീവിതത്തിൽ സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചാൽ മാത്രമേ, ആ ഹദീസുകൾ കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഈമാനികമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമതായി നല്ല ആളുകളുമായി, നല്ല കൂട്ടുകെട്ടുമായി നമ്മൾ കൂട്ടുകൂടുകയും തഖ്വയുള്ള നല്ല ഈമാനുള്ള ആളുകളുമായി കൂട്ടുകൂടലാണ് മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ അവർ ചെയ്യേണ്ട, അങ്ങനെ കൂട്ടുകൂടുമ്പോൾ ആ മുഅ്മിനീങ്ങൾ, ആ മുത്തഖീങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ പരസ്പരം തഖ്വയെ തൊട്ട് വസിയത്ത് ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിലൊക്കെ പ്രവാചകൻ ആദ്യം പറയുന്ന കാര്യമാണ് തഖ്വ. നിങ്ങൾ തഖ്വ, അല്ലാഹുവെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറയുമായിരുന്നു. അതുപോലെ തന്നെ സ്വഹാബിമാരെല്ലാം അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവർ ഈ ഒരു സൂറത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ഓതിക്കേൾപ്പിക്കുമാറാണ്. അങ്ങനെ പരസ്പരം ഈമാനികമായ ഒരു ബന്ധം ചേർത്തി പിടിക്കാൻ നമ്മുടെ കൂട്ടുകെട്ട് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ സമയം അത് വിലപ്പെട്ടതാണ്. അത് ആരുമായി ചെലവഴിക്കുന്നു, ഏതൊക്കെ സമയത്തിന് ചെലവഴിക്കുന്നു, അതുപോലെ ആരുമായി എന്തിനു ചെലവഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ കൃത്യമായി അറിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്തെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ആ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ സമയത്തെ നമ്മൾ മനസ്സിലാക്കി ആ സമയത്തെ കൃത്യമായും ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ അഞ്ചാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹറാമും ഹലാലും കൃത്യമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഹറാമും ഹലാലും കൂടിക്കലർന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഹറാമും ഹലാലും കൂടിക്കലർന്നിട്ടുണ്ടാകും. നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമും ഹലാലും അത് കൃത്യമായി
മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആറാമതായി അവർ പഠിപ്പിക്കുന്നത് സുന്നത്തുകളെ, പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ അംഗീകാരങ്ങൾ, ഇതെല്ലാം പ്രവാചകന്റെ സുന്നത്താണ്. പ്രവാചകന്റെ സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അതോടൊപ്പം ഈ ഒരു ജീവിതത്തിൽ ഇസ്തിഖാമത്ത് കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ ദീനിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ദിനേന നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായാലേ ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിച്ച് ഇസ്തിഖാമത്തോടു കൂടി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അതോടൊപ്പം ഒരു ദുആ വസിയത്തുണ്ട്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ്റെ ബന്ധു മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് അദ്ദേഹത്തിൻ്റെ പാരത്രിക രോഗം ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇന്നും നാളെയും മറ്റന്നാളെയുമായി 10, 11, 12 തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് നമ്മുടെ പ്രോഫ്കോൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം നടക്കുകയാണ്. നമ്മുടെയൊക്കെ പരിചയത്തിലും കുടുംബത്തിലുമുള്ള ആളുകളെ ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകാര്യമായ പ്രവർത്തനങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم دمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد.